ഡോക്ടറെ ഞാൻ IVF ചെയ്തു, ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു, പരാജയപ്പെട്ടു. ഇനി എനിക്ക് കൺസീവ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം അറിയേണ്ടത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ IVF ചെയ്യേണ്ടി വന്നു എന്നുള്ളതനുസരിച്ചാണ്. ഏറ്റവും ആധുനികമായ ചികിത്സ തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. IVF-ഉം IUI-യും ചെയ്ത് ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്നും റിസൾട്ട് കിട്ടാത്ത എനിക്ക് പിന്നെ ഇതൊന്നും അല്ലാത്ത അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. എൻ്റെ അടുത്തൊരു കപ്പിൾ ഈ അടുത്താലത്ത് വന്ന് പറഞ്ഞാണ് അവര് റിവേഴ്സിബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ നമുക്ക് IVF കഴിഞ്ഞാലും തന്നെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. വാക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ കോമൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറേ പേരുടെ ഉള്ളിലുള്ളൊരു സംശയമാണ്. കാരണം ഡോക്ടറെ ഞാൻ IVF ചെയ്തു, ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു, പരാജയപ്പെട്ടു. ഇനി കുട്ടി എന്നുള്ളൊരു സ്വപ്നം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. ഏറ്റവും മികച്ച, ഏറ്റവും ആധുനികമായ ചികിത്സ തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഇനി എനിക്ക് കൺസീവ് ആവാൻ സാധ്യതയുള്ളൂ. എൻ്റെ അടുത്തും കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനൊരു ഉത്തരം കൊടുക്കുന്നത്, നമ്മൾ ആദ്യം അറിയേണ്ടത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ IVF ചെയ്യേണ്ടി വന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഉള്ള ഉത്തരമാണ്. ചിലപ്പോൾ എന്തുകൊണ്ടൊക്കെ IVF ചെയ്യേണ്ടി വരാം, IVF ചെയ്യേണ്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം. ചിലപ്പം നമുക്കൊരു ഓവറിയിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അണ്ടത്തിലെ മുട്ടകൾ തീരെ കുറയുന്ന അവസ്ഥ, AMH തീരെ കുറയുന്നൊരവസ്ഥ. അപ്പോൾ നമുക്കിനി അധികം സമയമില്ല, ഉള്ള മുട്ടകൾ വെച്ച് IVF തുടങ്ങിയുള്ള ആധുനിക ചികിത്സയിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ സിവിയർ എൻഡോമെട്രിയോസിസ് വന്നിട്ട് ഓവേറിയൻ ഡിസ്ഫങ്ഷൻ, അങ്ങനെയുള്ള മറ്റ് പല കാരണങ്ങളും എൻഡോമെട്രിയോസിസ് കാരണമുള്ള കാരണങ്ങൾ. പിന്നെ വരുന്നത് ട്യൂബൽ ഫാക്ടേഴ്സ്. ട്യൂബ് രണ്ടും ബ്ലോക്ക്, രണ്ടും പ്രസവം നിർത്തിയ ഒരാൾക്ക് 2 കുട്ടികൾ, ആ ട്യൂബ് ശരിയാക്കി അടുത്തതിന് ട്രൈ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനൊപ്പം അതിന് കുറച്ചുകൂടെ മുകളിൽ വിജയസാധ്യതയുള്ള ഒന്നാണല്ലോ IVF-ലോട്ട് പോവുക. അല്ലെങ്കിൽ ഈ എൻഡോമെട്രിയോസ് വന്ന് 2 ട്യൂബും പ്രശ്നം, അഡാഷൻസ് വന്ന് 2 ട്യൂബും പ്രശ്നം, അപ്പോൾ 2 ട്യൂബൽ ഫാക്ടർ ഉള്ള ഒരാൾ. പിന്നെ യൂട്രസിൽ എന്തെങ്കിലും അഡാഷൻസ്, ആഷർമാൻസ്, ഫൈബ്രോയിഡ് എടുക്കേണ്ടി വന്നു, നോർമലി കൺസീവ് ആവുന്നില്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ IVF വേണ്ടി വരാം. ഇതിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മുടെ സെമിനൽ ഫാക്ടർ, സെമൻ്റുള്ള പ്രശ്നം. നമ്മുടെ ബീജത്തിന്റെ കൗണ്ട് തീരെ കുറയുക, 1 മില്യൺ, 2 മില്യൺ, 5 മില്യൺ, വൃഷ്ണത്തിന്റെ പ്രവർത്തനം കുറച്ചു വരുന്നു, അല്ലെങ്കിൽ അസൂസ്പേർമിയ, ബീജം ഇല്ലാത്തൊരവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ, മോട്ടിലിറ്റി ഒട്ടും ഇല്ലാത്തൊരവസ്ഥ, അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ചിലപ്പം IVF-ലോട്ട് പോകേണ്ടതായിട്ട് വരാം. പിന്നെ ഇതൊന്നും അല്ലാത്ത അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, നമുക്ക് കാരണമേ അറിയില്ല. എന്തുകൊണ്ട് ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്യുന്നു, ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്നു, ആവുന്നില്ല, IUI ചെയ്ത് നോക്കുന്നു, 4ഉം 5ഉം 10ഉം IUI ഒക്കെ ചില സെന്റേഴ്സും ചെയ്യുന്നു, ഇതൊക്കെ ചെയ്തിട്ടും ആവുന്നില്ല. അപ്പം പറയുന്നു, ഡോക്ടർ പറയുന്നത് എന്നാൽ നമുക്കിനി IVF-ലോട്ട് പോവാമെന്ന് പറയുന്നു. അത്രയൊന്നും IUI ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ പറയുന്ന 4 IUI കൂടെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യം, 4 IUI പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. പിന്നെയുണ്ട് കണ്ടീഷൻസ്. ഏതാണ്? ജെനറ്റിക്, ഫാമിലിയിൽ ഒരു ജനിതക അസുഖം റൺ ചെയ്യുന്നുണ്ട്. അപ്പം അത് അടുത്ത തലമുറയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഭ്രൂണങ്ങളെ IVF ചെയ്ത് അണ്ഡങ്ങളെടുത്ത് ബീജവുമായിട്ട് സംയോജിപ്പിച്ച് ഭ്രൂണങ്ങളെ ഉണ്ടാക്കി ആ ഭ്രൂണത്തിൽ ബയോപ്സി ചെയ്ത് ജനിതക വൈകല്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തിയ ഭ്രൂണങ്ങളെ ഗർഭപാത്രത്തിലോട്ട് നിക്ഷേപിക്കുന്ന PGT മുതലുള്ള ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് IVF ഉപയോഗിക്കാം, അല്ലേ? പിന്നെയുണ്ട് നമുക്കൊരു ക്യാൻസർ, ഒരു പെൺകുട്ടിക്ക് ഒരു ഒവേറിയൻ ക്യാൻസർ ആണ്. അപ്പോൾ ആ കുട്ടിക്ക് ഉടൻ തന്നെ സർജറിക്ക് പോകണം, പക്ഷെ കുട്ടിയാകാനുള്ള സമയമൊന്നുമില്ല. ചിലപ്പോൾ ഒവേറിയൻ ക്യാൻസർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ഒരു പെല്ലിക് റീജിയനുള്ള ഒരു ക്യാൻസർ, കീമോതെറാപ്പി കൊടുക്കേണ്ടി വരും, റേഡിയോതെറാപ്പി കൊടുക്കേണ്ട അവസ്ഥ, ആ അണ്ടങ്ങളെല്ലാം നശിച്ചു പോകാനുള്ളൊരു സാധ്യത വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ അണ്ടങ്ങളെ എടുത്ത് നമുക്ക് ശീതീകരിച്ച് വെക്കാൻ സാധിക്കും, അല്ലേ? പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പം അതിന് വേണ്ടി അണ്ടങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ IVF മാത്രമല്ലേ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ്, ഇതൊക്കെയാണ് പൊതുവെയുള്ള IVF ചെയ്യാൻ കാരണമാകുന്ന കണ്ടീഷൻ. എന്നാൽ ഇതൊന്നും അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നല്ല സിവിയർ PCOD, അധികം സമയമില്ല, ഓവുലേഷൻ നടക്കുന്നില്ല, അവരെ കൊണ്ട് IVF ചെയ്യാം. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗൾഫിലാണ്, വൈഫ് ഇവിടെയാണ്, വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അവർ 2 മാസമായിരിക്കും കിട്ടുന്നത്. എൻ്റെ അടുത്തൊരു കപ്പിൾ ഈ അടുത്താലത്ത് വന്ന് പറഞ്ഞാണ്, അവർ ഓസ്ട്രേലിയയിലാണ്, ഹസ്ബൻഡ്, വൈഫ് വേറെ ഏതോ രാജ്യത്താണ്, അവർ കൂടെ നിൽക്കുന്നത് തന്നെ 1-2 മാസമാണ്. ഡോക്ടറെ ഞങ്ങൾക്ക് നോർമലിയോ അതിനുള്ളൊന്നും സമയമില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല, വി ആർ ഏബിൾ ടു പേ, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും വിജയസാധ്യത കൂടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണ്? അവർക്ക് IVF സജസ്റ്റ് ചെയ്യാം, അല്ലേ? അവർ വളരെ വിജയസാധ്യതയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഇൻഡിക്കേറ്റഡ് ആവാം അല്ല, പക്ഷെ അവരുടെ സാഹചര്യം കാരണം ചിലപ്പോൾ IVF-ലോട്ട് പോകാം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പേരും കൂടെ IVF-ലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് IVF-ൽ എത്തിപ്പെടുന്ന കാര്യം. അപ്പം ഇത് ചെയ്ത് പരാജയപ്പെടും. നമ്മുടെ ഇതാണല്ലോ ചോദ്യം, പരാജയപ്പെട്ടു. അപ്പം ഇതിൽ ഇപ്പം ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ കണ്ടീഷനുള്ള ഒരാൾ പരാജയപ്പെട്ടു, പക്ഷെ അവർക്ക് ഇനി നോർമലി കൺസീവ് ആവാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. ഭയങ്കര PCOD ഉള്ള ഒരാൾ, ഓവുലേഷൻ നടക്കുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് IVF ചെയ്തത്, പക്ഷെ പരാജയപ്പെട്ടു. അവർക്ക് നമ്മൾ PCOD കുറച്ചാണെങ്കിൽ വീണ്ടും കൺസീവ് ചെയ്യാൻ സാധ്യതയില്ലേ?
ഉണ്ട്. ഇപ്പം 2 ട്യൂബും പ്രസവം നിർത്തിയ ഒരാൾ IVF ചെയ്ത് പരാജയപ്പെട്ടു. അപ്പോൾ ട്യൂബ് ഒന്ന് ശരിയാക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺസീവ് ചെയ്യാൻ സാധ്യതയില്ല, അവർക്കും സാധ്യതയുണ്ട്. AMH തീരെ കുറവാണ്. AMH എൻ്റെ ഈ അടുത്ത കാലത്ത് ഈ ഒരു 2 ആഴ്ച മുന്നേ നടന്നൊരു കാര്യമാണ്. AMH 0.4. ഞാൻ അയാൾക്ക് പറഞ്ഞു ഈ പ്രഗ്നൻ്റ് ആവാൻ നോർമലി വളരെ സാധ്യത കുറവാണ്, അണ്ടങ്ങൾ തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഡോക്ടറെ ആണ് പോസിറ്റീവായി എന്ന് പറഞ്ഞതാണ്. ജസ്റ്റ് ഓവുലേഷൻ ഇൻജെക്ഷൻ അതൊരു ഭാഗ്യമാണ്, എപ്പോഴും പറയുന്നു. അങ്ങനെ വളരെ കുറച്ച് പേരെ അത് ഭാഗ്യമാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ഭാഗ്യത്താൽ ആവാം. റിവേഴ്സിബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ നമുക്ക് IVF കഴിഞ്ഞാലും തന്നെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം വേറൊരാൾ തീരുമാനിക്കും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, അതും വളരെ സത്യമാണ്. അതിലിപ്പോൾ എനിക്ക് അടുത്തൊരു ഉദാഹരണം ഉണ്ടായ ഒരു 3 IVF 2 എക്വിറ്റീവിലും 3 എംബ്രിയോ ട്രാൻസ്ഫർ പരാജയപ്പെട്ട ഒരു വ്യക്തി ഇപ്പം പോസിറ്റീവായി. IUIയിലൂടെ പോസിറ്റീവായി. ഓർമ്മയിൽ തന്നെ ഓൾമോസ്റ്റ് 10 അടുപ്പിച്ച് ആൾക്കാർ പോസിറ്റീവായിട്ടുണ്ട്. IVF കഴിഞ്ഞവരാണ്. അതിൽ 4 IVF കഴിഞ്ഞ ഒരാൾ ഒരു ബോംബെയിലെ ഒരു വ്യക്തി പോസിറ്റീവായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 3 IVF കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഞാൻ കണ്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് എന്തിന് IVF ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനം. അനോവുലേഷൻ കാരണം IVFിലോട്ട് പോകേണ്ടി വന്ന ഒരു വ്യക്തിയോ ചെറിയൊരു മെയിൽ ഫാക്ടറും പിന്നെ PCOD ഉള്ളത് കാരണം IVFിലോട്ട് പോകേണ്ടി വന്ന ഒരു വ്യക്തി, എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മാരേജ് കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പം എനിക്ക് PCOD ആയിരുന്നു. അപ്പോൾ ആ മാരേജ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിനെ കാണുന്നതിന് മുമ്പ് ഏകദേശം ഒരു 3-4 ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ IUI ചെയ്തായിരുന്നു. അപ്പോൾ IUI എല്ലാം നെഗറ്റീവായിരുന്നു. അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഒരു ട്യൂബിൽ ബ്ലോക്ക് ഉള്ളതായിട്ട് കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ IVF ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ 2020 കൊറോണ സമയത്തൊക്കെ ആയിരുന്നു നമ്മൾ IVF ചെയ്തത്. IVFിൽ 2 തവണയായിട്ടാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ ആ 2 എംബ്രിയോ ട്രാൻസ്ഫറും നെഗറ്റീവായിരുന്നു. അപ്പം അതിനെ തുടർന്ന് പിന്നെ കുറച്ച് നാൾ ഇത്ര ഇഞ്ചക്ഷനും ഹോർമോണൊക്കെ എടുത്തതിന് ഫലമായിട്ട് കുറച്ച് നാൾ നമ്മൾ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ല. പിന്നെ ഒരു 6-7 മാസം നമ്മൾ ആയുർവേദം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഉണ്ണികൃഷ്ണൻ ഡോക്ടറിനെ പറ്റി നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പം ഡോക്ടർ നമ്മുടെ ഹിസ്റ്ററി എല്ലാം കേട്ടിട്ട് വളരെ സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. സ്ട്രെസ് അടിക്കേണ്ട, ഡയറ്റിനും എക്സസൈസിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഡയറ്റും എക്സസൈസ് നന്നായിട്ട് ഫോളോ ചെയ്യണം, അതിനൊരു കോംപ്രമൈസും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പോയ ഡോക്ടേഴ്സൊന്നും അങ്ങനെ ഡയറ്റും എക്സസൈസിൻ്റെ കാര്യമൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് കണക്ക് തന്നെ നമ്മൾ അത് ഫോളോ ചെയ്തു. ഡയറ്റിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറച്ചു, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ഇതെല്ലാം കൂടുതലായിട്ട് ആഡ് ചെയ്തു. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ടീ, കോഫി, പിന്നെ ബേക്കറി ഐറ്റംസ് അതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്ത. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഇതിങ്ങനെ ഈ ഡയറ്റ് ഇത്രയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ഒരു 45 മിനിറ്റ് നടക്കും. പിന്നെ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ചെയ്യും. പിന്നെ PCODക്ക് ഉള്ള യോഗ അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ബട്ടർഫ്ലൈ പോസ്, പിന്നെ ഇത് ലെഗ് അപ്പാർട്ട് പൊസിഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ യോഗയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് ആദ്യത്തെ ആ ഒരു സൈക്കിൾ തന്നെ എനിക്ക് പോസിറ്റീവായി. അങ്ങനെ ഫെബ്രുവരി 27, 2024 എനിക്കൊരു മകൻ ജനിച്ചു. അപ്പം ഇത്രയും IVFും IUIയും ചെയ്ത് ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊന്നും റിസൾട്ട് കിട്ടാത്ത എനിക്ക് ഇപ്പം ഈ ഡോക്ടറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ 1 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തത് അപ്പം എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലുള്ള ആ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് എക്സസൈസും തന്നെയാണ്. അത് കണക്ക് ഡോക്ടർ പറഞ്ഞ കണക്ക് മെഡിസിനും എടുത്താൽ എല്ലാവർക്കും അതിൻ്റെതായ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടും. എനിക്ക് ഇത് നാച്ചുറലായിട്ട് കൺസീവ് ആവാൻ പറ്റിയെങ്കിൽ IVFും IUIയും ചെയ്ത് അത് ചെയ്തവർക്ക് ഡോക്ടർ പറയുന്ന കണക്കുള്ള ആ ഒരു മെഡിക്കേഷനോ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്താൽ റിസൾട്ട് കിട്ടാതിരിക്കില്ല. എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുക. IVF കഴിഞ്ഞ ഒരാൾ പൂർണ്ണമായിട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു IVF ചെയ്ത് നോക്കാവുന്നതാണ് അണ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നോർമലിയും ചില കണ്ടീഷൻസിൽ, ഞാനിപ്പം പറഞ്ഞ പോലെ ചില കണ്ടീഷൻസിൽ നോർമലിയും ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതൊക്കെ തീരുമാനിക്കേണ്ട നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറായിരിക്കും. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ. താങ്ക് യു സോ മച്ച്.